प्रकाश पुंज का ये भंडार, हम आत्मा यही पे रहते, यही हमारा है संसार। वैकुंठवासी है हम, ताज तख्त तिलक के देवकुल के हैं ഓം ശാന്തി. ശുഭാബക്ക് യാദ്. മുരളി ഡേറ്റാണ് 10/12/2021. ബാബയുടെ ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ 21 ജന്മങ്ങളിലേക്ക് പ്രാരബ്ധം ഉണ്ടാക്കാൻ ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ദേഹത്തിൻ്റെ അഭിമാനത്തിൽ വരുമ്പോൾ പാപമുണ്ടാകുന്നു. അതുകൊണ്ട് ആത്മാഭിമാനികളാകാനുള്ള പുരുഷാർത്ഥത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. അപ്പം ഇന്നത്തെ മഹാവാക്യത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. എങ്ങനെയാണ് 21 ജന്മങ്ങളിലേക്ക് നമ്മൾ പ്രാപ്തികളൊക്കെ ഉണ്ടാക്കേണ്ടത്. മുരളി സാരത്തിൽ ബാബ പറയാണ്, മീठे बच्चे देहाभिमान में आने से पाप होता है, इसलिए देही अभिमानी बनो. तुम्हारे मैनर्स बहुत अच्छे होना चाहिए, किसी को भी दुख नहीं देना. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ,
ദേഹത്തിൻ്റെ അഭിമാനത്തിൽ വരുമ്പോൾ പാപമുണ്ടാകുന്നു. അതുകൊണ്ട് ആത്മ അഭിമാനികളാവുക. നിങ്ങളിൽ നല്ല മാനേഴ്സ് ഉള്ളവരായിരിക്കണം. ആർക്കും തന്നെ ഒരിക്കലും ദുഃഖം കൊടുക്കരുത്. ദേഹാഭിമാനത്തിൽ വരുന്നതിൽ നിന്നും പാപമുണ്ടാകുന്നു. അതുകൊണ്ട് ആത്മ അഭിമാനിയാകണം. നിങ്ങളുടെ നടപ്പ്, സംസ്കാര സ്വഭാവം അഥവാ മാനേഴ്സ് വളരെ ഉത്തമമായിരിക്കണം. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. प्रश्न 21 जन्मों के प्रारब्ध बनाने के लिए बाप कौन सी सहज युक्ति बताते हैं? 21 ജന്മങ്ങൾക്കായുള്ള പ്രാരബ്ധം ഉണ്ടാക്കുന്നതിനായി ബാബ എന്താണ് സഹജമായ യുക്തി പറഞ്ഞു തന്നിരിക്കുന്നത്? 21 ജന്മങ്ങൾക്കുള്ള പ്രാരബ്ധം ഉണ്ടാക്കുന്നതിനായി ബാബ സഹജമായ എന്ത് യുക്തിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്? അല്ലേ, എന്തായിരിക്കും? उत्तर, बच्चे ये ईश्वरीय बैंक है, इसमें जितना जमा करेंगे उतना 21 जन्म प्रारब्ध पाएंगे. ബാബ പറയണ മധുരമായ കുട്ടികളെ, ഇത് ഈശ്വരീയ ബാങ്കാണ്. ഇത് ഈശ്വരീയ ബാങ്കാണ്. ഇതിൽ എത്രമാത്രം നിങ്ങൾ നിക്ഷേപിക്കുന്നുവോ അത്രത്തോളം 21 ജന്മങ്ങൾക്കുള്ള പ്രാരബ്ധം നേടുന്നു. ഇതിൽ എത്രത്തോളം നിങ്ങൾ നിക്ഷേപിക്കുന്നുവോ അത്രത്തോളം 21 ജന്മങ്ങൾക്കുള്ള പ്രാരബ്ധം നേടുന്നു. ईश्वरीय स्थापना के कार्य में सफल करने से ही जमा होगा. ഈശ്വരീയ സ്ഥാപനയുടെ കാര്യത്തിൽ നിങ്ങൾ സഫലമാക്കുമ്പോൾ മാത്രമാണ് സമ്പാദ്യം സ്വരൂപിക്കപ്പെടുക, ശേഖരിക്കപ്പെടുക. ഈശ്വരീയ സ്ഥാപനയുടെ കാര്യത്തിൽ സഫലമാക്കുമ്പോഴാണ് സമ്പാദ്യം ശേഖരിക്കപ്പെടുക, നിങ്ങളുടെ അക്കൗണ്ട് ശേഖരിക്കപ്പെടുക. ബാക്കി തോ സബ്കാ ദേവാല നിക്കൽനാ ഹി ഹെ. അല്ലാത്ത പക്ഷം, സഫലമാക്കാത്ത പക്ഷം എല്ലാവരുടെയും എല്ലാം തന്നെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. എല്ലാവരുടെയും എല്ലാം തന്നെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും, പാപ്പറാകും. യഹ് ഹൈ ഹി ദുഃഖധാം. കാരണം ഇത് ദുഃഖധാമമാണ്. കാരണം ഇത് ദുഃഖധാമമാണ്. earthquake होगी, आग लगेगी, सबको घाटा पड़ना है. ഭൂകമ്പം ഉണ്ടാകും, അഗ്നി പിടിപെടും. ഇതിലൂടെ എല്ലാവർക്കും നഷ്ടങ്ങൾ വരിക തന്നെ ചെയ്യും. ഭൂകമ്പമുണ്ടാകും, അഗ്നി പിടിക്കും, തീപിടുത്തമുണ്ടാകും. ഇതിലൂടെ എല്ലാവർക്കെല്ലാം നഷ്ടപ്പെടുക തന്നെ ചെയ്യും, നഷ്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. इसलिए कहते किनकी दबी रहेगी दुल में किनकी राजा काए. അതുകൊണ്ട് തന്നെയാണ് പാടുന്നത്, ചിലരുടേതെല്ലാം മണ്ണോട് മണ്ണായി തീരും, ചിലരുടേത് രാജാക്കന്മാർ കൊണ്ടുപോകും, കൊള്ളക്കാർ കൊള്ളയടിക്കും എന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത്, ചിലരുടേത് മണ്ണിൽ മണ്ണായി പോകും, ചിലരുടേത് രാജാക്കന്മാർ കൊണ്ടുപോകും, ചിലരുടേത് കൊള്ളക്കാർ കൊള്ളയടിക്കും. അതുകൊണ്ട് 21 ജന്മങ്ങൾക്കുള്ളത് നമ്മൾ സ്വരൂപിക്കണമെങ്കിൽ എന്ത് ചെയ്യാനാണ് ബാബ പറഞ്ഞിരിക്കുന്നത്? തൻ്റേതെന്തെല്ലാം ഉണ്ടോ ഈശ്വരീയ സ്ഥാപനയുടെ കാര്യത്തിൽ സഫലമാക്കുക. അതാണ് ഈ സമയം. ഈ സമയത്ത് നമ്മളൊന്നും സഫലാക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ബാബ പറഞ്ഞിരിക്കുന്നത്? എല്ലാം തന്നെ നശിച്ചു പോകും.
അതായത് ഒന്നും നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുകയില്ല. ओम शांति. बच्चों को अभी रचता और रचना के आदि मध्य अंत का नॉलेज तो बुद्धि में है. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികളിൽ രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഭാരതവാസികൾ ആദിയിൽ സത്യുഗത്തിൽ സതോപ്രധാനരായിരുന്നു. ये याद बच्चों के लिए बहुत ज़रूरी है. ഭാരതവാസികളായ നമ്മൾ ആദിയിൽ എങ്ങനെയുള്ളവരായിരുന്നു? സതോപ്രധാനരായിരുന്നു. അപ്പോൾ ബാബ പറയണ, ഇത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ അഥവാ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഹർദം യാദ് കി യാത്രാ മേ രഹന ഇസ്മേ തോ ബഡി മെഹനത് ചാഹിയേ ന. എല്ലാ സമയം ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുക. ബാബ പറയണ, ഇത് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതായിട്ട് വരും. परंतु रचतो रचना का ज्ञान तो बुद्धि में होना चाहिए ना. ബാബയെ ഓർമ്മിക്കുക എല്ലാ സമയത്തും. ബാബ പറഞ്ഞ അത് കുറച്ച് പരിശ്രമത്തിൻ്റെ കാര്യമാണ്. പക്ഷേ രചയിതാവിനെ കുറിച്ചും രചനയുടെ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടേ. ഹം സത്യുഗ്മേ ദേവി ദേവത ഉസ്കോ സ്വർഗ കഹാ ജാത്ത. നമ്മൾ ആരായിരുന്നു? സത്യകത്ത് ദേവീ ദേവന്മാരായിരുന്നു. അന്നതിനെ സ്വർഗം എന്നാണ് വിളിച്ചിരുന്നത്. അന്ന് ദേവീ ദേവന്മാർ വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു. ആ സമയത്ത് ഏകധർമ്മമുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറയുന്ന അക്ഷരോ കോബി പൂര സമജ്ന ചൈ. അപ്പോൾ ബാബ പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ ജ്ഞാനത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തും ബച്ചെ ജാൻതി ഹോ സത്യുഗാദി മേ ഹം സൂര്യവംശി ഘരാനെ മേ തെ. നമ്മൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു, സത്യുഗ ആദിയിൽ ആരംഭകാലത്ത് സൂര്യവംശത്തിൽപ്പെട്ടവരായിരുന്നു. രചിത ബാബാനെ ജോ ആദി മധ്യാന്ത കാ ജ്ഞാൻ സുനായ वो तो हर एक की बुद्धि में रहना चाहिए. അപ്പോൾ രചയിതാവായിരിക്കുന്ന ബാബ ഏതാണോ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിച്ചിരിക്കുന്നത്, അത് ഓരോരുത്തരുടെ ബുദ്ധിയിലും വ്യക്തമായിരിക്കണം. ബാബ പറയണ, ഇതെല്ലാം ഒരിക്കലും മറക്കരുത്. ये भी तुम जानती हो हम पुनर्जन्म लेते लेते फिर त्रेता में आए तो 2 कला कम हो गई. അപ്പോൾ ബാപ്പണ ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ പുനർജന്മങ്ങൾ എടുത്തെടുത്ത് സത്യുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ 2 കലകൾ കുറഞ്ഞു, സൃഷ്ടിയും കൂടി പഴയതാകാൻ തുടങ്ങി. ഈ അച്ഛി രീതി ബുദ്ധി മേറക്കുന്ന. അപ്പോൾ ബാബ പറഞ്ഞ ഈ ജ്ഞാനമൊക്കെ നല്ല രീതിയിൽ ബുദ്ധിയിൽ വെക്കണം. जितना तुम याद करते रहेंगे उतना खुशी का पारा चढ़ा रहेगा. फिर त्रेता के अंत बाद आता है द्वापर. അപ്പോൾ ബാബ പറയുന്ന ഈ ജ്ഞാനം എത്രമാത്രം നിങ്ങളുടെ ബുദ്ധിയിൽ സ്പഷ്ടമായിരിക്കുന്നുവോ അതോ ഓർമ്മയിലുണ്ടാകുന്നുവോ അത്രത്തോളം സന്തോഷത്തിൻ്റെ ലഹരി നിങ്ങളിൽ കയറും. അതായത് ത്രേതായുഗത്തിൻ്റെ അന്ത്യം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കടന്നത് എവിടത്തേക്കാണ്? ദ്വാപരയുഗത്തിൽ. അപ്പോൾ ആരംഭത്തിൽ നമ്മൾ സത്യുഗത്തിലും ദേവീദേവന്മാരായിരുന്നു, വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു. പിന്നീട് നമ്മൾ ത്രേതായുഗത്തിലേക്ക് വന്ന് 2 കലകൾ കുറഞ്ഞ് അതിനുശേഷം നമ്മൾ എവിടത്തേക്ക് കടന്നു? ദ്വാപരയുഗത്തിൽ. ദ്വാപരയുഗ ആരംഭം മുതൽ തന്നെ മറ്റ് ധർമ്മസ്ഥാപകന്മാർ വരാൻ തുടങ്ങി. ഹം ഉത്തരത്തെ ഭക്തി മാർഗമേ ആത്തെ. അപ്പോൾ അവിടെ മറ്റ് ധർമ്മസ്ഥാപകന്മാർ വരികയും ദേവതാധർമ്മത്തിൽപ്പെട്ടവർ ഇറങ്ങി ഭക്തി മാർഗത്തിലേക്ക് എത്തി. ऐसे नहीं कहेंगे उस समय और धर्म भी भक्ति मार्ग में है नहीं. മറ്റ് ധർമ്മത്തിൽപ്പെട്ടവർ ഭക്തി മാർഗത്തിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഈ കഹാനി സാരി തും ഭാരത്വാസിയോ കെ ലിയേ ഹെ. അപ്പോൾ ബാബ പറയുന്ന ഈ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യജ്ഞാനം അഥവാ കഥ ഏതാണോ ഇത് ഭാരതവാസികൾക്കുള്ളതാണ്. ബൽ രാവൺ രാജ്യ പരന്തു ഉനോ കെ ലിയേ രാവൺ രാജ്യ നഹി കഹേംഗെ ന. ബാബ പറയുന്ന ഇപ്പോഴിത് രാവണ രാജ്യമാണ്, പക്ഷേ മറ്റ് ധർമ്മത്തിലുള്ളവർക്ക് ഇത് രാവണ രാജ്യമെന്ന് പറയില്ലല്ലോ. വോ അപ്പനെ സമീപ് സത്തോ പ്രധാൻ സത്തോ രജോ തമോമേ ആത്ത. കാരണം അവർ വരുന്നത് തന്നെ സൃഷ്ടിയുടെ രജോ പ്രധാന അവസ്ഥയിലാണ് ദ്വാപരയുഗത്തിൽ. അപ്പോൾ അവരെപ്പോഴാണോ വരുന്നത് അതാണ് അവരുടെ സത്തോ പ്രധാന അവസ്ഥ. അതുകൊണ്ട് തന്നെ ബാബ പറഞ്ഞു തരാണ്, അവരവരുടെ സമയത്ത് സത്തോ പ്രധാന സത്തോ സാമാന്യ രജോ തമോയിലൂടെ വരും. धर्मों की स्थापना होनी है, फिर वृद्धि को पाते जाते फिर गिरते भी रहते.
ദ്വാപരയുഗത്തിൽ വരുന്നവർ ധർമ്മം സ്ഥാപിക്കുകയും ചെയ്യും, അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് എന്താകുന്നു? ബാബ പറയുന്ന അവർ താഴോട്ട് വീഴാൻ തുടങ്ങും. അതായത് ആ ഒരു ചെറിയ ഗ്യാപ്പ് പീരിയഡിൽ തന്നെ അവർ സത്തോ സാമാന്യ രജോ തമോയിലൂടെ കടക്കും. ബാബ പറയുന്ന എങ്ങനെയാണെങ്കിലും ഏത് സമയത്തിൽ വരുന്ന ആത്മാക്കളാണെങ്കിലും ഈ 4 അവസ്ഥയിലൂടെ കടന്നു പോകും. ചക്രം കറങ്ങുക തന്നെ ചെയ്യും. ഈ സമയത്തും ജാനത്തെ ഹോ ദ്വാപർ കെ ബാദ് ഭക്തി മാർഗ് ശുരു ഹുവ. അപ്പോൾ ബാപ്പൻ ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ദ്വാപരയുഗ ആരംഭത്തോടൊപ്പമാണ് ഭക്തി മാർഗത്തിൻ്റെ ആരംഭം. മറ്റ് ധർമ്മസ്ഥാപകന്മാരും വരാൻ തുടങ്ങിയത്. അബി തോഹെ കല്ലുക് തമോ പ്രധാൻ ദുനിയ. ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് എവിടെയാണ്? കലിയുഗത്തിൽ, തമോ പ്രധാന ലോകത്തിൽ. സൃഷ്ടി പുരാനി ഹോനെ കാരൺ സബ് തമോ പ്രധാൻ ഹോ ഗയ്. അതായത് സൃഷ്ടി പഴയതായ കാരണം തന്നെ എല്ലാ ആത്മാക്കളും തമോ പ്രധാനരായി. അബേ ജ്ഞാൻ തും ബച്ചേ ഹി ജാനത്തെ ഹോ. പക്ഷെ ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾ മാത്രമാണ് അറിയുന്നത്. യഹേ സഹജ് തേ സഹജ് ബാത്ത് जो बच्चा भी याद कर ले परंतु वो याद करेंगे തോത്തെ മുഹാഫിക്. ബാബ പറഞ്ഞ ഇതൊക്കെ വളരെ എളുപ്പമായ കാര്യമാണ്. ഏത് കുട്ടിക്ക് പോലും ഇത് ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ബാബ പറയുന്ന കുട്ടികൾ തത്തമ്മയെ പോലെയാണ് ഇതൊക്കെ ഓർമ്മയിൽ വെക്കുന്നത്. തും ബച്ചോं को तो बासना आती है उस अनुसार तुम समझाएंगे. കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. പക്ഷേ ബാബ പറയണ നിങ്ങൾ കുട്ടികൾക്ക് ആ അനുഭവത്തിൻ്റെ ആധാരത്തിലാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക. तुम जानती सारा जड़ जड़ी बहुत अवस्था को पाया हुआ. पहले जो आदि सनातन देवी देवता धर्म था उनका फाउंडेशन अब है नहीं. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഇന്ന് മുഴുവൻ മാനവ സൃഷ്ടിയാകുന്ന വൃക്ഷം ജീർണ അവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പം ആദി സനാതന ദേവി ദേവത ധർമ്മം ഏതാണോ ആദിയിലെ ധർമ്മം, ഇന്നതിൻ്റെ ഫൗണ്ടേഷൻ പോലും ഇല്ല. ബൽ ഹൈ ബി തോ വോ അപ്പനേക്കോ ഹിന്ദു കേലാത്തെ. ആ ആത്മാക്കൾ ഇപ്പോഴുണ്ടെങ്കിൽ പോലും ബാബ പറയണ ഇന്നവർ സ്വയമിനെ ഹിന്ദുക്കൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇസ്ലിയെ കഹാ ജാത്ത ദേവി ദേവത ധർമ്മ ഹൈ നഹി പ്രായലോപ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദേവതാധർമ്മം ഇന്നില്ല, ലോപിക്കപ്പെട്ടിരിക്കുകയാണ്. സപതീത് ബൻ ഗയി ഇസ്ലിയെ അപ്നേക്കോ ദേവത കോയി കെഹലാത്തെ നഹി. എല്ലാവരും ദേവതാധർമ്മത്തിൽ പെട്ടവരെല്ലാം പതീതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം ദേവതകളാണെന്ന് വിളിക്കപ്പെടാനും അവർ അർഹരല്ല. നവോ ധർമ്മഹേ നവോ കർമ്മഹേ. ആ ധർമ്മവും ഇന്നില്ല, അതിനനുസരിച്ചുള്ള കർമ്മവും അവരുടേതല്ല. സത്യമേ തോ സബ്കാ കർമ്മ അകർമ്മ ഹോ ജാത്ത. സത്യത്തിൽ എല്ലാവരുടെ കർമ്മം എന്തായിരുന്നു? അകർമ്മമായിരുന്നു. യഹാ മനുഷ്യ ജോ കർമ്മ കർത്തേ വോ വികർമ്മ ബൻ ജാത്തെ. എന്നാൽ ഇപ്പോൾ മനുഷ്യർ ചെയ്യുന്ന കർമ്മം, എല്ലാ കർമ്മം എന്തായിരിക്കുകയാണ്? വികർമ്മമായി മാറുകയാണ്. ശാന്തി ശാന്തി शांति शांति. अंतर मन में ज्योति जगा लो, होगा दूर अंधेरा. शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा. पावन पुण्य सवेरा.
अंधेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति। तमो प्रधान होने के कारण अपने को देवता कोई कहला नहीं सकता. തമോ പ്രധാനമായത് കാരണം കൊണ്ട് തന്നെ ദേവതാ കുലത്തിൽപ്പെട്ടവരാണ് അഥവാ ദേവതയാണെന്ന് വിളിക്കപ്പെടാൻ പോലും പറ്റുന്നില്ല. ड्रामानुसार ये भी नून दे जब धर्म प्रायलोपो तब तो बाप आकर सत्य धर्म की स्थापन करे. ബാബ പറയുന്നത് ഇതൊക്കെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. കാരണം എപ്പോഴാണോ ദേവതാധർമ്മം ലോപിക്കപ്പെടുന്നത് അപ്പോഴാണ് ബാബ വന്ന് സത്യധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നത്. അതോടെ അനേക ധർമ്മങ്ങളുടെ വിനാശവും നടക്കുന്നു. പുതിയ ലോകത്തിൽ ഒരേ ഒരു ആദി സനാതന ദേവീ ദേവത ധർമ്മം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. अब शिव बाबा आकर फिर से ब्रह्मा द्वारा देवी देवता धर्म की स्थापना करते. അപ്പോൾ ഈ സമയത്ത് ശിവബാബ വന്ന് വീണ്ടും ബ്രഹ്മാവിൽ കൂടി ദേവീ ദേവതാ ധർമ്മത്തെയാണ് സ്ഥാപിക്കുന്നത്. തും ഹോ മുഖവംശാവലി ബ്രാഹ്മൺ. ഇപ്പോൾ നമ്മൾ ആരായിരിക്കുകയാണ്? ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. ക്രൈസ്റ്റ് ദ്വാര ജോ ക്രിസ്ത്യൻ ബനെ ഉനെ ബി മുഖവംശാവലി കഹേംഗെ. ക്രിസ്തുവിലൂടെ ആരാണോ അതായത് ക്രിസ്തുവിലൂടെ ആരാണോ ക്രിസ്ത്യൻസായി മാറുന്നത് ബാബ പറഞ്ഞു തരണ അവരെ മുഖവംശാവലി എന്ന് പറയും. അതായത് ക്രിസ്തുവിലൂടെ അറിവ് നേടി ക്രിസ്ത്യൻസായി മാറുന്നവർ. ബച്ചേത്തോ നഹീത്തേന, അല്ലാതെ ക്രിസ്തുവിൻ്റെ പുത്രന്മാർ അതോ പുത്രിമാരെന്ന് പറയാൻ കഴിയില്ലല്ലോ. വൈസേ തും ബി ബ്രഹ്മദ്വാര ബ്രാഹ്മൺ ബനേ ഹോ. അതുപോലെ തന്നെയാണ് ഈ സംഗമ സമയത്ത് നമ്മളെല്ലാവരും ബ്രഹ്മാവിൽ കൂടി ബ്രാഹ്മണരായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബാബ പറയുന്നത് നമ്മളൊക്കെ ആരുടെ കുട്ടികളാണ്? നിരാകാരനായ ശിവബാബയുടെ കുട്ടികൾ. എന്നാൽ ഈ സമയത്ത് നമ്മൾ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരായിരിക്കുകയാണ്. ശിവബാബ സ്വയം ബ്രഹ്മാവിൽ കൂടിയാണ് ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നത്. കാരണം ബാബ പറഞ്ഞു തരാണ് ഈ മുഴുവൻ പഴയ ലോകത്തെയും വിനാശം ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. വോ വിനാശ് കാ കാര്യ ഓർ കോയി കർത്തേ നഹി. അപ്പോൾ ബാബ പറയണ ആ ഒരു വിനാശം നടക്കണമെങ്കിൽ സ്ഥാപനം നടക്കണം. അപ്പോൾ വിനാശത്തിൻ്റെ കാര്യം മറ്റാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കഴിയില്ല. वो तो आकर अपना अपना धर्म स्थापन करते फिर वो धर्म वृद्धि को पाता. ബാക്കി ധർമ്മസ്ഥാപകന്മാർ വരുന്നു, അവരവരുടെ അറിവ് നൽകി അവരുടെ ധർമ്മം സ്ഥാപിച്ചു പോകുന്നു. ആ ധർമ്മം പിന്നീട് വൃദ്ധിയെ പ്രാപിക്കും. അബി ഹൈഹി തമോ പ്രധാൻ ദുനിയ കല്യൂക്ക അന്ത്. ഇപ്പോൾ ബാബ പറയുന്നത് ഇത് തമോ പ്രധാന ലോകമാണ്, കലിയുഗത്തിൻ്റെ അന്തിമ സമയമാണ്. ശാസ്ത്രമേ തോ കൽപ്പയ്ക്ക് ആയോ ലാക്കോ വർഷ ലിഖ്തി ഹെ. ശാസ്ത്രങ്ങളിലാണെങ്കിലോ കൽപ്പത്തിൻ്റെ ആയു ലക്ഷാന്തരം വർഷങ്ങൾ എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. തും ജാൻതി യേ ശാസ്ത്രാദി സബ് ഭക്തി മാർഗ കി സാമഗ്രി ഹെ. ഇപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കി. ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ സാമഗ്രികളാണ്. അപ്പോൾ ബാബ പറയണ ഇതൊന്നും തന്നെ സത്യുഗത്തിലുണ്ടായിരുന്നില്ല.
ബാബ പറഞ്ഞിത്തരണ അവിടെ അനേക ധർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമി ക്രൈസ്ത ആദി സബ് ദ്വാപർ മേ സ്ഥാപൻ ഹോത്ത. ക്രിസ്ത്യൻ ധർമ്മം ആണെങ്കിൽ ഇസ്ലാം ധർമ്മമാണെങ്കിൽ ഇതൊക്കെ എവിടെ നിന്നാണ് ആരംഭിച്ചത്? ദ്വാപരയുഗം മുതൽ ആരംഭിച്ചതാണ്. ഫിർ ഹർ ഏകനെ അപ്പന അപ്പന ശാസ്ത്ര ബൈട്ട് ബനായ. ആ ധർമ്മത്തിൽപ്പെട്ടവർ അവരവരുടെ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി. അഭി സാരി സൃഷ്ടി ഹേ പതീത്. ഇപ്പോഴാണെങ്കിലോ മുഴുവൻ സൃഷ്ടിയും ഇന്നെന്തായിരിക്കുകയാണ്? പതീതമായി. इसलिए पतित पावन बाप को सब बुलाते कि आकर हमारा दुख करो सुख दो. അപ്പോൾ ഈ സമയത്താണ് എല്ലാ ആത്മാക്കളും പതീത പാവനായിരിക്കുന്ന ബാബയെ വിളിക്കുന്നത്. വന്ന് ഞങ്ങളുടെ ദുഃഖത്തെ ഹരിച്ചു സുഖം നൽകൂ. വോ ബി കേത്തെ ഹമാര ഗൈഡ് ബൻ ഹംകോ ഗർ ലേ ചലോ. മറ്റ് ധർമ്മത്തിലുള്ളവരും പറയുന്നത് എന്താ? നമ്മുടെ വഴികാട്ടിയായി വന്ന് നമ്മളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഗൈഡ് तो सबका होता है ना. तुम अभी കോൺട്രാസ്റ്റ് को समझ गए हो. ബാബന് എല്ലാവർക്കും വഴികാട്ടികളുണ്ട്. പക്ഷെ ബാബ പറഞ്ഞു തരാണ് ധർമ്മപിതാക്കന്മാരും മറ്റ് ഗുരുക്കന്മാരും പരമാത്മാവും. അപ്പോൾ ബാബ പറയുന്ന ഈ വ്യത്യാസത്തെ അന്തരത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? വോ പണ്ടേ തീർത്ഥയാത്ര പർ ഡക്കേക്കില്ലാത്തെ. ബാപ്പണ് നോക്കൂ, വഴികാട്ടികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അനേക തീർത്ഥയാത്രകളിലേക്ക് നമ്മളെ കൊണ്ടുപോയിരുന്നു. ബാബപ്പണ് ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. തുംഹോ റുഹാനി പണ്ടേ. ഇവിടെയാണെങ്കിലോ ബാബ പറയണ നിങ്ങൾ കുട്ടികൾ ആരാണ്? ആത്മീയ വഴികാട്ടികളാണ്. പാണ്ഡവ സമ്പ്രദായ ശിവബാബയ്ക്ക് ബച്ചേ ബി പണ്ട്. അതായത് നിങ്ങൾ പാണ്ഡവ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ശിവബാബയുടെ മക്കളായിരിക്കുന്ന നിങ്ങളും വഴികാട്ടികളാണ്, ഗൈഡാണ്. ബാബ് റുഹാനി യാത്ര സിഖ്ലാത്തെ. ബാബ എന്താണ് മക്കളെ പഠിപ്പിക്കുന്നത്? ആത്മീയ യാത്രയാണ് പഠിപ്പിക്കുന്നത്. ഹേ ആത്മാ, തും അപ്പനെ ബാപ് കോ യാദ് കറോ ഓർ ഘർ കോ യാദ് കറോ. ബാബ പറയണ പല വഴികാട്ടികളുണ്ടായി, ഗുരുക്കന്മാർ. അവർ പല തീർത്ഥയാത്രകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. പക്ഷേ ഈ സമയത്ത് ബാബ നമ്മൾ കുട്ടികളോട് ഏത് യാത്രയാണ് പഠിപ്പിക്കുന്നത്? ആത്മീയ യാത്ര. എന്താണ് പറഞ്ഞു തരുന്നത്? ഹേ ആത്മാ, തൻ്റെ അച്ഛനെ ഓർമ്മിക്ക്, വീടിനെ ഓർമ്മിക്ക്. ബാബാക്കോ യാദ് കർണേ സേ ഘർ പहुंच जाएंगे. ബാബയെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിച്ചേരും, അതായത് മുക്തിയിലേക്ക് പോകാൻ കഴിയും. യാദ് നഹി കരോഗേ തോ പാപ് കട്ടേങ്കി നഹി. പോകണമെങ്കിൽ പവിത്രമാകണം. അപ്പോൾ ബാബയെ ഓർമ്മിക്കണം. ഓർമ്മിച്ചാലേ എന്താകൂ? പവിത്രമാകാൻ പറ്റൂ. ഓർമ്മിക്കുന്നില്ല എങ്കിൽ പാപം നശിക്കുകയുമില്ല. ബല്ലേ തോ സബ്കോ ജായെങ്കെ പരന്തു സജാ കാക്ക ഹിസാബ് കിതാബ് ചുക്ത് കरेंगे അഥവാ योग बल से चुक्त तो जरूर करना है. ബാബ പറയുന്ന മുക്തിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ആത്മാക്കളും മുക്തിയിലേക്ക് മടങ്ങിപ്പോവുക തന്നെ വേണം. അതൊന്നില്ലെങ്കിൽ ബാബ പറയുന്ന ശിക്ഷ അനുഭവിച്ചെങ്കിലും തൻ്റെ എല്ലാ കണക്കുകളെയും തീർക്കണം. ഒന്നില്ലെങ്കിൽ യോഗബലത്തിലൂടെ അല്ലെങ്കിൽ ശിക്ഷയിലൂടെ. എന്തായാലും ബാബ പറയുന്ന എല്ലാ കണക്കുകൾ തീർക്കുക തന്നെ വേണം. तुम जानते अभी हम जमा कर रहे हैं. जितना पवित्र बन जास्ती कमाई करेंगे उतना जमा होता. അപ്പോൾ ബാബ പറയണ ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അക്കൗണ്ട് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ പവിത്രമാകുന്നുവോ അത്രത്തോളം കൂടുതൽ സമ്പാദ്യം ശേഖരിക്കപ്പെടും. പുരുഷാർത്ഥ നഹി കരോഗേ തോ കുച്ച് ഭി ജമാ നഹി ഹോഗാ ഗാട്ടാ പഡ് ജായേഗാ. യാതൊരു തരത്തിലും പുരുഷാർത്ഥം പ്രയത്നം ചെയ്യുന്നില്ല എങ്കിൽ ശേഖരണം ഉണ്ടാവുകയില്ല. മാത്രമല്ല ബാബ പറയുന്ന നഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. तुम जानते हो आधा कल्प हम घाटा पाते ही आए, अभी बिल्कुल देवाला हो गया. അപ്പോൾ നിങ്ങൾക്കറിയാം അരക്കൽപ്പത്തോളം നഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് വന്നത്. അതായത് സമ്പൂർണ്ണ രീതിയിൽ നമ്മൾ പാപ്പറായി. ഹർ ബാത്തുമേ ദേവാല. സ്ഥൂല രൂപത്തിലാണെങ്കിലും ആന്തരിക തലത്തിലാണെങ്കിലും എല്ലാ പ്രകാരത്തിലും ഇന്ന് ആത്മാവ് എന്തായിരിക്കുകയാണ്? പൂർണ്ണമായി നഷ്ടത്തിലാണ്. अभी बच्चों को 21 जन्मों के लिए जमा करना, उसके लिए मुख्य है याद की यात्रा. അപ്പോൾ ഈ സമയത്ത് ബാബ വന്നിരിക്കുകയാണ്. ബാബ പറയുന്ന 21 ജന്മങ്ങളിലേക്ക് നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാക്കണമെങ്കിൽ അതിൽ പ്രധാന കാര്യം ഏതിൽ ശ്രദ്ധ കൊടുക്കണം? ഓർമ്മയുടെ യാത്രയിൽ. ഏതോ സദേ സ്മൃതിമേ റക്കോ. അതുകൊണ്ട് ബാബ പറയുന്ന ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക.
जब भी फुर्सत मिले तो ഈ സ്മൃതി में रहो. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമോ അപ്പോഴൊക്കെ ബാബയുടെ സ്മൃതിയിൽ കഴിയണം. ബാബ ജ്ഞാൻ കാ സാഗർ ഹേ तो तुमको भी रचना के आदि मध्यांत का नॉलेज है. ബാബ ജ്ഞാനസാഗരനാകുമ്പോൾ നിങ്ങൾ കുട്ടികളും രചനയെക്കുറിച്ചും രചനയുടെ ആദി മധ്യാന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. ആപ് സമാൻ ബനാത്തെ, അതായത് ബാബ തൻ്റെ കുട്ടികളെ തൻ്റെ സമാനമാക്കുകയാണ്. ജैसे बैरिस्टर इंजीनियर आदि पढ़ाकर आप समान बनाते हैं ना, ऐसे बाप भी बच्चों को आप समान देखी अभिमानी बनाते. ഏതുപോലെ ലൗകിക ലോകത്തിൽ ബാരിസ്റ്റർ എഞ്ചിനീയർ അവരൊക്കെ ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവർക്ക് സമാനമാക്കി മാറ്റുന്നത് പോലെ ബാബ തൻ്റെ കുട്ടികളെ തൻ്റെ സമാന ആത്മാഭിമാനികളാക്കി മാറ്റുകയാണ്. ബാബ് ദേഹ അഭിമാൻ നഹി രഖ്തേ യേ തോ പഠായി ഹേ ന, അതായത് ബാബ ഒരിക്കലും ദേഹത്തിൻ്റെ അഭിമാനത്തിൽ വരുന്നില്ല. അപ്പോൾ ബാബ പഠിപ്പിക്കുന്നെന്താ? ആത്മാഭിമാനികളാകുക. ബാബ പറഞ്ഞ ഇത് വിദ്യയാണ്, പഠിക്കണം. ജോ ജ്ഞാൻ ബാപ് മേ ഹേ വോ തുംകോ ദേത്താ. അപ്പോൾ ബാബയിൽ എന്താണോ ജ്ഞാനമുള്ളത് അത് ബാബ തൻ്റെ കുട്ടികൾക്ക് നൽകുകയാണ്. ബാപ് പവിത്ര കാ സാഗർ ഹേ तो तुमको भी आप समान पवित्र बनाते. ബാബ പവിത്രതയുടെ സാഗരമാണ്. അപ്പോൾ ബാബ മക്കളെയും പവിത്രരാക്കി മാറ്റുകയാണ്. ജോ നഹി ബനേഗ വോ സജാ കായേഗ. അപ്പോൾ ബാബയിലൂടെ ആരാണോ പവിത്രമാകാത്തത് ബാബ പറയണ അവർ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. മാത്രമല്ല പദവിയും കുറയും. ഈ സമയം ഐസേ നഹി കെ ധൻ സേ തുംകോ സൗക്കാർ ബന്നാ ഹെ. ബാബ പറഞ്ഞു തരണ ഈ സമയം ആ തരത്തിലല്ല, അതായത് ധനത്തിൽ കൂടി നിങ്ങൾ സാവുക്കാർമാരാകാം, പണക്കാരനാകാം. ഇല്ല, ബാബാനെ സംജായ ഗരീബ് की एक पाई साहूकार के 1 रुपया समान है. അതായത് ബാബ പറഞ്ഞു തരുന്ന ദരിദ്ര കുട്ടികളുടെ ഒരു ചില്ലി പൈസ സമ്പന്നരുടെ 1 രൂപയ്ക്ക് സമാനമാണ്. दोनों को वर्ष इतना ही मिलता. ആരെത്ര സഫലാക്കുന്നു അതിനനുസരിച്ചാണ് അവർക്ക് എന്ത് കിട്ടുക? ബാബയിൽ നിന്ന് സ്വത്ത് കിട്ടുക. बाप है ही गरीब निवास, इसलिए गायन भी है. अजामिल जैसे पापी अहल्याए साहूकार का नाम नहीं गाया जाता. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കും, എന്താണ് പണം കൊടുത്താൽ പദവി കിട്ടും. ബാബ പറയണ ഇത് ലൗകിക ലോകമല്ല, ഇത് അലൗകിക ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ബാപ്പൺ അലൗകിക ഗവൺമെൻറ്റിൻ്റെ കണക്ക് എങ്ങനെയാണ്? ബാബ പറയണ ദരിദ്രരിലും ദരിദ്രരായിരിക്കുന്നവർക്ക് അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ആ ഇല്ലാത്തതിൽ നിന്നും ബാബയ്ക്ക് 1 രൂപ, അത് 1 പൈസ എന്ന് പറയുമ്പോൾ മാറ്റി വയ്ക്കുന്നത് അവരുടെ മനസ്സിൻ്റെ അത്രയും വലിയ ഭാവനയായിരിക്കും. ആ ഭാവനയുടെ തൂക്കാണ് ബാബ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാവനയുടെ തൂക്കം വെച്ച് നോക്കുമ്പോൾ ധനവാൻ്റെ 1 രൂപയ്ക്ക് സമാനാകും അല്ലേ? അപ്പോൾ ബാബ പറഞ്ഞ അതിനനുസരിച്ചാണ് പദവി പോവുക, മാർക്ക് വരുന്നതും പദവി പോകുന്നതും. അതുകൊണ്ട് ബാബ ഒരിക്കലും എവിടെയും പേരെടുത്ത് പറഞ്ഞില്ല ഇന്ന കോടീശ്വരൻ എന്നുള്ള പേരെവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. ബാബ എപ്പോഴും പറയാറുള്ളത് എന്താണ്? പാവപ്പെട്ടവൻ്റെ ബന്ധുവാണ്, ദീനബന്ധു. അതുകൊണ്ട് തന്നെ ബാബ നമ്മൾ ശാസ്ത്രങ്ങളിൽ കേട്ടിട്ടില്ലേ, അജാമിലനെ പോലെ പാപികൾ, അഹല്യകളെ പോലെയുള്ളവർ, കുബ്ജമാർ, കൂനന്മാർ. അപ്പോൾ അത്തരത്തിലുള്ളവരുടെ പേരാണ് ബാബ എടുത്ത് പറയാറുള്ളത്. അല്ലാതെ ബാബ പറഞ്ഞ ധനവാന്റെ പേര് എവിടെയും എഴുതപ്പെട്ടിട്ടുമില്ല, പറയാറുമില്ല. അപ്പോൾ ബാബ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ശാസ്ത്രത്തിൽ ഇതൊക്കെ കഥകൾ വന്നു? तुम कहेंगे हम पहले पहले सबसे साहूकार थे, फिर यहाँ ज्ञान भी नंबरवार उठाएंगे तो वहाँ पद भी नंबरवार पाएगा. നിങ്ങൾ പറയാറില്ലേ ആദിയിൽ നമ്മൾ തന്നെയായിരുന്നു അത്രയധികം സമ്പന്നർ. ശരി തന്നെയാണ്, ദേവതാത്മാക്കൾ തന്നെ സമ്പന്നരായിരുന്നു. അപ്പോൾ ഇവിടെ സംഗമികത്തിൽ നമ്മൾ എപ്രകാരമാണോ ജ്ഞാനം ധാരണയിൽ കൊണ്ടുവരുന്നത് അപ്രകാരമായിരിക്കും പദവിയും നമ്പർവാറാവുക. മാ ബാപ്പോ പൂറാ ഫോളോ കർണ. ബാബ പറയണ മാതാപിതാവിനെ എല്ലാ പ്രകാരത്തിലും ഫോളോ ചെയ്യണം, അനുകരിക്കണം. ജैसे ബാബ പുരുഷാർത്ഥ ഊഞ്ച് പദ് പാത്തി. നോക്കൂ, ബാബ ഏത് പ്രകാരത്തിലാണ് പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടിയത്? മമ്മ ബാബ ബി സർവീസ് കർത്തേ ഹേ ന.
മമ്മ ബാബയും കൂടി സർവീസ് ചെയ്തിട്ടല്ല ആ പദവിയിൽ ഉയർന്നത്. A to Z, താഴെ മുതൽ മുകൾ വരെ. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് ഒരു സേവ ചെയ്താൽ മാർക്ക്, പിന്നെ മാർക്ക് വേണ്ടാന്ന് പറയുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പദവി അവിടെ വേണ്ട എന്ന് നിശ്ചയിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ പുരുഷാർത്ഥം അത് തരത്തിലായിരിക്കും. പക്ഷെ ബാബ പറയണ മമ്മ ബാബ ഏതുപോലെ സർവീസ് ചെയ്തില്ലേ, ഏതുപോലെ പുരുഷാർത്ഥം ചെയ്തു, ഏതുപോലെ ത്യാഗം ചെയ്തു, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. തുമാരി യഹേ റുഹാനി സേവ. ബാബ പറയണ നമ്മുടേത് ആത്മീയ സേവനാണ്. ഘർ ഘർ മേ സന്ദേശ് പहुंचाना है. വീട് വീടാന്തരം ബാബയുടെ സന്ദേശം എത്തിക്കണം. जो कोई ऐसा ना कहे कि हमको तो बाबा के आने का संदेश ही नहीं मिला, तो याद कैसे करे. ആരും തന്നെ പിന്നീട് ഒരിക്കലും പരാതിപ്പെടരുത്, ബാബ വന്നു എന്ന സന്ദേശം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ബാബയെ നമ്മൾ ഓർമ്മിക്കുക എന്ന്. ऐसे कुछ कहानियाँ भी शास्त्रों में है कि भगवान को भी उलझना दिया, इसलिए सबको मालूम पड़ना चाहिए. അതായത് കഥകൾ എഴുതിയിട്ടുണ്ട് അപ്രകാരത്തിൽ, ഭഗവാന് തന്നെ പരാതി കൊടുത്തതായി. അപ്പോൾ ബാബ പറഞ്ഞു തരാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കാനുണ്ട്. ബാബയുടെ സമയം വളരെ കുറവാണ്. ദിൻ പ്രതിദിൻ പ്രദർശനി മേലെ ആദിക്ക് ധൂം മച്തി ജാത്തി. ബാബ പറഞ്ഞു ഓരോ ദിവസം പോകും തോറും പ്രദർശനി മേല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ആർഭാടമായി തന്നെ ചെയ്യണം. अब विलायत के अखबारों में पढ़ता. शुरू में जब बट्टी बनी थी तो विलायत तक अखबार में नाम गया. ബാബ പറയുന്ന വിദേശി പത്രങ്ങളിൽ പോലും നിങ്ങളുടെ ന്യൂസ് വരണം. ബാബ പറയുന്ന ഏതുപോലെ യജ്ഞ ആരംഭത്തിൽ 14 വർഷത്തിൻ്റെ ബട്ടി ചെയ്തിരുന്നില്ലേ, അപ്പോൾ വിദേശി പത്രങ്ങളിൽ പോലും അത് വന്നിരുന്നു. फिर ये भी पड़ेगा कि खुद गॉडफादर आकर सबको लिबरेट कर रहे हैं. അതുപോലെ തന്നെ ഇപ്പോഴീ അവസാന സമയത്ത് സ്വയം ഭഗവാൻ വന്ന് എല്ലാവർക്കും മുക്തി നൽകുന്നു എന്നും കൂടി പത്രങ്ങളിൽ വരും. कहते कि सब तरफ से बुद्योग तोड़ो, मुझ एक बाप को याद करो तो तुम पावन बन मुक्ति धाम में चले जाएंगे. ബാബ പറയുന്നത് എന്താ, എല്ലാ ഭാഗത്തുനിന്നും നിങ്ങളുടെ ബുദ്ധിയോഗം കട്ട് ചെയ്യും. ഒരു ബാബയുമായിട്ട് ബുദ്ധിയോഗം വെക്കുക, ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ പാവനരായി മുക്തിധാമത്തിലേക്ക് പോകും. कोई तो अच्छी रीति समझ कर याद करने लग पड़ेंगे. धर्म के बड़े जो होंगे वो फिर नंबरवार आते. അപ്പോൾ ബാബ പറഞ്ഞു തരണം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരെ ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. ഇനി മറ്റ് ധർമ്മത്തിൽപ്പെട്ടവർ നമ്പർവാറായി വരാൻ തുടങ്ങും. സഭി ധർമ്മോ കാ ജാഡ് നിരാകാരി ദുനിയാ സെ യഹാ ആകെ വൃദ്ധി കോ പാത്ത. ബാബ പറയുന്ന എല്ലാ ധർമ്മങ്ങളുടെയും വൃക്ഷമാണ്, അതെല്ലാം നിരാകാരി ലോകത്തിൽ നിന്ന് തന്നെ സാകാരത്തിലേക്ക് വന്ന് അഭിവൃദ്ധി നേടി. ഫിർ പതി ദുനിയാ സെ ചലേ ജായെങ്കെ നിരാകാരി പാവൻ ദുനിയാ മേ. ബാബ പറയുന്ന ഈ പതീത ലോകത്തിൽ നിന്നും പാവനമായി വീണ്ടും എവിടത്തേക്ക് പോകണം, നിരാകാരി പാവന ലോകത്തേക്ക് മടങ്ങണം. ഫിർ ഹർ ഏക് അപ്നെ അപ്നെ സമയ പർ ധർമ്മ സ്ഥാപൻ കർനെ ആയെങ്കെ. വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും. മുക്തിധാമത്തിലേക്ക് എത്തി പിന്നെ അവരുടെ സമയമാകുമ്പോൾ അവർ സൃഷ്ടിയിലേക്ക് വരും, അവരുടെ ധർമ്മം സ്ഥാപിക്കാൻ തുടങ്ങും. അപ്പോൾ ബാബ പറയുന്ന ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. സത്യുഗമേ ഏകി ധർമ്മത്ത. സത്യുഗത്തിൽ ബാബ പറഞ്ഞ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സനാതന ധർമ്മം വൃദ്ധിയായി. അനേക ധർമ്മ അനേക മത്ത് ഹോ ജാത്തെ. പിന്നീട് ആ വൃക്ഷം വളരാൻ തുടങ്ങി. സത്യത്രേതായുഗം കഴിഞ്ഞതും എന്തായി, അനേക ധർമ്മങ്ങളായി, അനേക മതങ്ങളായി, അഭിപ്രായങ്ങളായി. അങ്ങനെ ബാബ പറയുന്ന മാനവ സൃഷ്ടി വൃക്ഷം എന്തായി വളരാൻ തുടങ്ങി. തും ജാനത്തെ ഭാരത് അവിനാശി കണ്ടേ ഇസ്മേ പ്രളയ കബ് ഹോഗി നഹി. ബാബ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഈ ഭാരതം അവിനാശി ഭൂഖണ്ഡമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നാശം, അതായത് പൂർണ്ണമായിട്ട് ഇല്ലാതാവില്ല, പ്രളയമുണ്ടാകുന്നില്ല. ഇൻ ബാത്തോങ്കോ സിമ്രൻ കർത്തേ രഹോ. അതുകൊണ്ട് ബാപ്പണ്ണ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്മരണ ചെയ്യണം. ये तुम्हारी ईश्वरीय मिशन है. സെൻറ്റേഴ്സ് खोलते जाते अब विनाश भी सामने खड़ा. ബാപ്പണ്ണ ഇപ്പോൾ നിങ്ങളുടെ ഈശ്വരീയ മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ബാബ പറയുന്ന സെൻറ്റേഴ്സ് തുറന്നുകൊണ്ടേയിരിക്കണം.
ബാപ്പുവിന് വിനാശാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നു. ഇൻ ആങ്കോ സെ ജോ കുച്ച് ദേഖ്തേ ഹോ വോ സത്യമേ കുച്ച് നഹി രഹേഗാ, ജംഗലോ ജായേഗാ. ബാബ പറഞ്ഞു ഇപ്പോഴീ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും തന്നെ സത്യുഗത്തിൽ ഉണ്ടാവുകയില്ല. ഈ കാണുന്നതൊക്കെ ബാബ പറഞ്ഞ കാടായി മാറും. അബു തോടെ ഹി സത്യുഗമേ ഹോഗ ദർക്കാറി നഹി. ബാബ പറഞ്ഞു തരണി അബു പർവ്വതം പോലെ അവിടെ ഉണ്ടാവില്ല. ബാപ്പണ് അതിൻ്റെ ആവശ്യം തന്നെ അവിടെ ഇല്ല. യെ മന്ദിർ ആദി സബ് ബാദ് മേ ഭക്തി മാർഗമേ ബനേങ്കെ. ഇനി ബാബ പറഞ്ഞ അവിടെ നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രങ്ങൾ ബാപ്പണ് വീണ്ടും അത് ഭക്തി മാർഗത്തിലാണ് ഉണ്ടാക്കപ്പെടുക. കിത്തനെ ഊഞ്ചി പഹാടി പ മന്ദിർ ബനാത്തെ ഫിർ ടണ്ടി മേ ബന്ദ് കർ നീച്ചെ ഉത്തർ ജാത്തെ. എത്ര മുകളിലാണ്, അതായത് ഉയർന്ന പർവ്വത നിരകളിൽ ക്ഷേത്രങ്ങൾ പണി. അതിഘോരമായിരിക്കുന്ന തണുപ്പ് അനുഭവപ്പെടുമ്പോൾ അത് അടച്ചിട്ട് താഴോട്ട് വരും. തും തോ പഹാടി പർ ബൈഠേ ഹോ, അന്ത് മേ സബ് പഹാടി പർ ഹി സാക്ഷാത്കാർ ഹോഗ. ഇപ്പോൾ ബാബ പറയണേ നിങ്ങളുള്ളത് പർവ്വതത്തിലാണ് അല്ലേ, അപ്പോൾ പർവ്വതം അതിലും ബാബുണ്ട് വലിയൊരു സീക്രട്ട് ഉണ്ടാകും. അപ്പോൾ ബാബ പറയണ അന്തിമ സമയത്തിൽ ആ പർവ്വതത്തിലിരുന്നാണ് സാക്ഷാത്കാരം ഉണ്ടാവുക. ബാബ ബത്ലാത്തെ മുझे भी जब साक्षात्कार हुआ था तो मैं पहाड़ी पर था. അപ്പോൾ ബ്രഹ്മബാബയുടെ അനുഭവം ബ്രഹ്മബാബ വെളിപ്പെടുത്തുകയാണ്. എപ്പോഴാണോ ഞാനൊരു പർവ്വതം മുകളിലായിരുന്നത് അപ്പോഴാണ് എനിക്കും സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിരുന്നത്. അബി പഹാടി പ ആക്ക അനായാസി ബൈഠെ. ഇപ്പോഴും ബാബ പറയണ അനായാസമായി പർവ്വത മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. യഹാ ബൈഠെ ബൈഠെ തും സബ് കുച്ച് സുനേങ്കെ ഓർ ദേഖേങ്കെ. അപ്പം അന്തിമ ദൃശ്യം ബാബ ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ ആ പർവ്വത നിരകളിൽ ഇരുന്ന് തന്നെ അന്തിമ സമയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാനും തുടങ്ങും. യഹാ ബൈഠെ സാക്ഷാത്കാർ ഹോ സക്താ കി ജൈസെ ആഗ് ലഗ്തി ക്യാ ക്യാ ഹോത്താ. അപ്പോൾ ബാപ്പണ് അവിടെ ഇരുന്നു കൊണ്ടാണ് എല്ലാ സാക്ഷാത്കാരങ്ങളും നിങ്ങൾ കാണുക. ബാപ്പണ് തീപിടുത്തത്തിൻ്റെ കാര്യമാണെങ്കിലും എന്തെല്ലാം വിനാശി ദൃശ്യങ്ങളുണ്ടോ അതൊക്കെ ബാബ പറഞ്ഞ അവിടെ ഇരുന്ന് നിങ്ങൾ കാണേണ്ടതായി വരും. रेडियो से अखबारों से सब कुछ तुम सुनेंगे, टीवी में भी तुम देख सकते हो. അപ്പോൾ ബാബ പറയണ അവിടെ ഇരുന്നു കൊണ്ട് റേഡിയോയിലൂടെ പത്രങ്ങളിലൂടെ ടി വിയിലൂടെ ഇതെല്ലാം നിങ്ങൾ കാണും. ആകെ ചൽക്ക ഐസി ഐസി ചീസേ നിക്കലേഗി ജോ ഘർ ബൈഠെ സബ് ദിക്കായി പടേഗ. ബാബ പറഞ്ഞിട്ട് ഇനി വരും കാലങ്ങളിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാം കാണും. ബാബറിന് വീട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. റേഡിയോ മേ കഹാ കഹാ തക്ക് ആവാസ് സുനായി പടുത്ത യേ സബ് ഹേ മായാ കാ പാമ്പ് അല്ലേ. റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ബാബ പറഞ്ഞ എവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു, അതുപോലെ കാണുന്നു. ബാബ പറഞ്ഞ ഇതൊക്കെ മായയുടെ ഒരു ഷോ ആണ്. തബ് മനുഷ്യ സമസ്തേക്ക് യഹ് സ്വർഗ്. മനുഷ്യൻ ഇതിൽ തന്നെ കുടുങ്ങി ഇതാണ് സ്വർഗമെന്ന്. സ്വർഗത്തോ തബ് ഹോ സക്ത ജബ് വിനാശോ. യഥാർത്ഥത്തിലുള്ള സ്വർഗം എപ്പോഴും ഉണ്ടാവുക ബാബ പറയുന്ന വിനാശം നടക്കുമ്പോൾ. വഹാ മീറ്റി പാനി പ മെഹൽ ഹോങ്കെ. സത്യുഗം എങ്ങനെയുണ്ടായിരുന്നത്? ബാബ പറഞ്ഞ ഉപ്പുവെള്ള സമുദ്രമൊന്നും അവിടെ ഇല്ല. ബാബ പറഞ്ഞ മധുരമായ നദീതീരങ്ങളിൽ നമ്മുടെ കൊട്ടാരങ്ങളുണ്ടായിരുന്നു. വഹാ പഹാഡിയോ പ ജാനയ്ക്ക് ദർക്കാറിന് ഹെ. അവിടെ പർവ്വതനിരകളിൽ കയറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. വഹാ സദൈ ബഹാരി മൗസം റത്തി. അവിടെ ബാബ പറഞ്ഞ സദാ വസന്തകാലമായിരിക്കും. ആജ് ഗർമി ഹെ ടണ്ടി ഹെ സബ് മേ ദുഃഖ്. ഇന്നത്തെ കാലത്താണെങ്കിലോ ബാബ പറഞ്ഞു തരാണ് ഉഷ്ണകാലത്താണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും എല്ലാ അവസ്ഥയിലും ദുഃഖം തന്നെ. സ്വർഗമേ ദുഃഖക്കാ നാം നഹി ഹോഗ. സ്വർഗത്തിലാണെങ്കിലോ ദുഃഖത്തിൻ്റെ പേര് പോലുമില്ല. तुम ऐसी जगह चलते हो ये बुद्धि में है कि हमको ये शरीर छोड़ जाना बाबा के पास. അപ്പം അങ്ങനൊരു ലോകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്. അപ്പോൾ ബാബ പറഞ്ഞ ഈ സമയത്ത് നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് ഈ ശരീരത്തെ ത്യജിച്ച് ബാബയുടെ അരികിലേക്ക് പറക്കണം. അബ് ഹം ബാബ ദ്വാര രാജോഗ് സീഖ് രഹേ ഹെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുട്ടികൾ ബാബയിലൂടെ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5000 വർഷ പേലെ ബി സീക്കാത്ത അല്ലേ. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ രാജയോഗം പഠിച്ചതായിരുന്നു. കേത്തെ ബാബ ആപ്പ് തോ വഹി ഹോ.
ഇപ്പോൾ നമുക്ക് ആ സ്മൃതിയുണ്ട്. അതുകൊണ്ട് ബാബയോട് പറയും, ബാബ അന്നത്തെ അതേ ബാബ തന്നെയല്ലേ, അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പത്തെ കാലം. बाबा जानते जिन्होंने कल्प पहले राज्यभाग्य पाया होगा वो अब भी लेंगे. അപ്പോൾ ബാബയ്ക്ക് അറിയാം കൽപ്പം മുമ്പ് ആരാണോ രാജ്യഭാഗ്യം നേടിയത് അവരിപ്പോൾ നേടും. ഏ ചക്ര ബുദ്ധിമേ ഹോനാ ചായി. അപ്പോൾ ബാപ്പണി ഈ ചക്രം നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകണം. बराबर 5000 वर्ष पहले भारत में देवी देवताओं का राज्य था. फिर आधा कल्प समय के बाद माया की प्रवेशता हुई. അപ്പോൾ തീർച്ചയായും 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ദേവീ ദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. അരക്കൽപ്പം ശേഷം വീണ്ടും മായയുടെ എന്തായി പ്രവേശതയുണ്ടായി അല്ല. അരക്കൽപ്പം എന്ന് പറഞ്ഞാൽ സത്യത്രേതായകം കഴിയുമ്പോൾ നമ്മൾ എവിടത്തേക്ക് ഇറങ്ങി? ദ്വാപരീകത്തിൽ. അപ്പോൾ ദ്വാപരീകത്തിലേക്ക് കടക്കുമ്പോൾ ആരുടെ പ്രവേശതയുണ്ടായി? മായയുടെ പ്രവേശതയുണ്ടായി. അങ്ങനെ ബാബ പറയുന്ന മറ്റ് ധർമ്മസ്ഥാപകരും വന്നു. ഭക്തി മാർഗത്തിൻ്റെ ആരംഭവുമായി. അതോടെ തന്നെ രാവണ രാജ്യം ആരംഭിച്ചു. ഈ ചിത്രം ഇപ്പോൾ സാഫ് സംജാ സക്തേ ഹോ. അപ്പോൾ ബാപ്പണി ഈ കാര്യങ്ങളൊക്കെ ചിത്രങ്ങളിലൂടെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ये भारत की ही कहानी है कि सतो प्रधान से तमो प्रधान कैसे बनते. അപ്പോൾ ബാപ്പണി ഇതൊക്കെ ഭാരതത്തിൻ്റെ കഥയാണ്. എങ്ങനെയാണ് സത്തോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമാകാൻ കഴിയുക. फिर जब विनाश का समय होता तो सब विनाश काले विपरीत बुद्धि हो जाती. എപ്പോഴാണോ വിനാശകാലം നടക്കുന്നത് അപ്പോൾ ബാബ പറയുന്ന വിനാശകാലത്തിലെ എല്ലാ ആത്മാക്കളും വിപരീത ബുദ്ധിയുള്ളവരാകും. മേൽ പ്രദർശനി മേ ബഡി യുക്തി സെ ചിത്ര രഖ്നാ ചായി. ബാബ പറഞ്ഞു തരുന്ന പ്രദർശനിയിൽ അഥവാ അത്തരത്തിലുള്ള മേളയിൽ നമ്മൾ ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ വളരെ യുക്തിപൂർവ്വം വെക്കണം. तुम्हारा ये ज्ञान है गुप्त, यहाँ हथियार आदि की कोई बात नहीं. ബാബ പറയുന്ന നമ്മുടെ ജ്ഞാനം വളരെ ഗുപ്തമാണ്. ഇവിടെ ബാബ പറയുന്ന ആയുധപ്രയോഗത്തിൻ്റെ കാര്യമൊന്നുമില്ല. തും ബഹുത് സാധാരണ ഹോ. ബാബ പറയുന്ന നിങ്ങൾ വളരെ സാധാരണമാണ്. തും ചലത്തെ ഫിർത്തെ ഘൂമത്തെ ബാബയ്ക്ക് യാദ് മേ രഹത്തെ ഹോ. നിങ്ങൾ എല്ലാ സമയത്തും ബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. कोई तुम्हारे से पूछे तुम वेदों शास्त्रों को मानते हो. അപ്പോൾ പലരും നിങ്ങളോട് ചോദിക്കാം വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുമോ? ബോലോ ഹാജി हम उनको अच्छी रीति जानते कि इसने ഭഗവാൻ की प्राप्ति नहीं हो सकती. അപ്പോൾ അവരോട് പറയുന്നത് തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്, വേദശാസ്ത്രങ്ങളുടെ പഠനം അധ്യയനത്തിലൂടെ ഒരിക്കലും ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാകാൻ സാധ്യമല്ല. യസബ് ഭക്തി മാർഗക്ക് സാമഗ്രി. ഇതൊക്കെ എന്തായിരുന്നു? ഭക്തി മാർഗത്തിലെ സാധനങ്ങളാണ്. മനുഷ്യമേ സബ് പാവനാത്മ സത്യുഗ് സബ് പാവനാത്മായേ തി. ഗീതാ മേ ബി ഹേ ന ജാഗ് സജ്നിയ ജാഗ്. ബാബ പറഞ്ഞ സത്യുഗത്തിൽ എല്ലാവരും പാവനാത്മാക്കളായിരുന്നു. ഗീതയുടെ വരികൾ കേട്ടിട്ടില്ലേ? അതായത് പാട്ടിൽ ബാബ പറയാറുണ്ടല്ലോ, ഉണരൂ പ്രിയതമകളെ ഉണരൂ, പകലാകുന്ന ലക്ഷ്യം വരവായി. നയി ദുനിയാമേ സബ് കുച്ച് നയാ ഹോഗ. പുതിയ ലോകത്തിലെല്ലാം തന്നെ എന്തായിരുന്നു? പുതിയതായിരുന്നു. ബാബ ആക്ക് നയി ദുനിയാക്കേലിയെ നെയ്യ് കഹാനിയ സുനാറ്റ്. അപ്പോൾ ഈ സമയത്ത് ബാബ വന്ന് പുതിയ ലോകത്തിന് വേണ്ടി പുതിയ കഥകൾ കേൾപ്പിക്കുകയാണ്. സീൻ സീനറിയ സബ് നയി ഹോഗി. അവിടെ ബാബ പറയുന്നത് നിങ്ങളുടെ എല്ലാ ദൃശ്യങ്ങളും സത്യുഗത്തിലെ എല്ലാ കാഴ്ചകളും എന്തായിരുന്നു? എല്ലാം പുതിയതായിരിക്കും. പ്രദർശനി മേ ആത്തെ ബഹുത്തെ ഒപ്പീനിയൻ ബി ലിഖ്തെ. बहुत अच्छा है, सबको समझाना चाहिए, परंतु खुद कुछ भी समझते नहीं. ഇപ്പോൾ ബാബ പറയുന്ന നിങ്ങളൊരു എക്സിബിഷൻ ഇട്ടാൽ തന്നെ കേൾക്കുമ്പോഴൊക്കെ പറയും വളരെ നല്ലതാണ്, ഒപ്പീനിയനൊക്കെ എഴുതും നല്ല രീതിയിൽ, നല്ലതാണ്, എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറയും. എന്നിട്ട് സ്വയം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള താല്പര്യം കാണിക്കുകയില്ല. കോട്ടോമേ കൊയ് മുഷ്കിൽ ഹി നിക്കലത്തെ. അതുകൊണ്ട് ബാബ പറയുന്ന കോടിയിൽ ചിലർ മാത്രമേ ബാബയുടെ ജ്ഞാനം ഉൾക്കൊള്ളുകയുള്ളൂ. परंतु सर्विस तो होनी है, ढेर प्रजा बनेगी ना. അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ബാപ്പണ് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ബാപ്പണ് നമ്മുടെ ഡ്യൂട്ടിയാണ് സർവീസ് ചെയ്യുക. കാരണം ധാരാളം പ്രജകൾ തയ്യാറാകണ്ടേ.
तुम बच्चे इस ज्ञान का सिमरन करते रहो तो बहुत खुशी रहेगी. ബാപ്പണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുട്ടികൾ ജ്ഞാനത്തെ സ്മരണ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകും. ബാബ പറയണ നോക്കൂ, ഈ ലോകം എത്രമാത്രം ദുഃഖത്തിൻ്റെതായിരിക്കുകയാണ്. घाटा पड़ा, देवाला निकला, अर्थक्वेक हुई, सबके पैसे खत्म हो जाएंगे. ബാബ പറയണ നഷ്ടങ്ങൾ വരികയും പാപ്പറാവുകയും ഭൂകമ്പം ഉണ്ടാവുകയും ഇതിലൂടെ ബാബ പറയണ എത്രയധികം ധനസമ്പത്ത് നഷ്ടമാകും. അതുകൊണ്ട് തന്നെയല്ലേ പറയപ്പെടുന്നത് കിസ്കി ദബി റഹീഗി ദൂൽമേ സഫൽ കിസ്കി ഹോഗി. അതുകൊണ്ട് പറയുന്നു ചിലരുടേതൊക്കെ മണ്ണ് മണ്ണായി മാറും, ചിലരുടേത് കൊള്ളക്കാർ കൊണ്ടുപോകും. അപ്പോൾ സഫലമാകുന്നത് ആരുടേതാണ്? ജോ ഈശ്വരീയ സ്ഥാപനക്കെ കാര്യമേ ലഗാ രഹേ. ആരാണ് ഈശ്വരീയ സ്ഥാപനയുടെ കാര്യത്തിൽ തൻ്റെതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്? യഹേ ഈശ്വരീയ ബാങ്ക്. അതുകൊണ്ട് ബാബ പറയണ ഇതാകുന്നു ഈശ്വരീയ ബാങ്ക്. ജോ ഇസ്മേ ജിത്നാ ഡാലേ ഉത്തന ജമാ ഹോത്താ. ഇതിലാരാണ് എത്രമാത്രം നിക്ഷേപിക്കുന്നുവോ ബാബ പറയണ അത്ര തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ശേഖരിക്കപ്പെടും. जितना जिसने कल पहले डाला होगा वो इतना ही शिव बाबा की गोलक में डालेगा. ബാബ പറഞ്ഞിത്രയാണ് കൽപ്പം മുമ്പ് ആരെത്രത്തോളം ഇട്ടിട്ടുണ്ടാകുന്നുവോ അവരത്ര തന്നെ ഇപ്പോഴും ശിവബാബയുടെ ഭണ്ഡാരത്തിലിടൂ. इसका റിട്ടേൺ फिर नई दुनिया में 21 जन्मों के लिए मिलेगा. അതിനനുസരിച്ചാണ് അതിൻ്റെ റിട്ടേൺ 21 ജന്മം പുതിയ ലോകത്തിൽ നിങ്ങൾക്ക് പ്രാപ്തമാവുക. भक्ति मार्ग में शिव बाबा की गोलक में डालते तो अल्पकाल क्षण भंगुर सुख मिलता. ബാബ പറയുന്നത് നോക്കൂ, ഭക്തി മാർഗത്തിൽ ശിവബാബയുടെ ഉണ്ടിപ്പെട്ടിയിൽ അതായത് ഭണ്ഡാരത്തിൽ അവരെത്ര ഇടുന്നു അതിനനുസരിച്ച് അല്പകാലം നിമിഷിക സുഖമെങ്കിൽ അവർക്ക് പ്രാപ്തമാകുന്നില്ലേ? യഹാ തോ ഡയറക്റ്റ് ശിവബാബ സ്വർഗക്ക് സ്ഥാപന കർ രഹേ. ഇവിടെ ബാബ പറയണ മക്കൾക്ക് മടിയാണ്. അതായത് ഡയറക്റ്റ് ശിവബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുമ്പോൾ 21 ജന്മങ്ങൾക്കുള്ള പ്രാപ്തിയായിരിക്കില്ല ഇവിടെ കിട്ടുക. അവിടെ ബാബ പറഞ്ഞ അച്ഛൻ അറിയുന്നില്ല, എന്നിരുന്നാൽ പോലും ഭണ്ഡാരത്തിൽ ഇടുന്നത് കൊണ്ട് അല്പകാലീന സുഖത്തിൻ്റെ പ്രാപ്തി അവർക്ക് ഉണ്ടാകുന്നു. ഇവിടെ നേരിട്ട് ബാബ വരുമ്പോൾ 21 ജന്മങ്ങൾക്കുള്ള പ്രാപ്തി. ഭക്തി മാർഗമേ അല്പകാൽ കാ സുഖ് നർക്കമേ മിൽത്ത. നോക്കൂ, ഭക്തി മാർഗത്തിൽ സേവനം ചെയ്യുന്നതിൽ നിന്നും അല്പകാലത്തിലേക്കുള്ള സുഖം അതും ഈ നരകത്തിൽ തന്നെയാണ് കിട്ടുന്നത്. फिर मैनस भी अच्छी चाहिए, किसी को दुख नहीं देना. അപ്പം അതുകൊണ്ട് ബാബണ് ഒന്ന് എല്ലാം സഫലാക്കുക. രണ്ടാമത്തേത് ബാബ പറയുന്ന നല്ല സ്വഭാവ സംസ്കാരമുള്ളവരായിരിക്കണം. ആർക്കും തന്നെ ദുഃഖം നൽകാനും പാടില്ല. അല്ലെങ്കിൽ എന്താകും? ബാബ പറയുന്ന പെരുമാറ്റ സ്വഭാവ സംസ്കാരം പരിവർത്തനമായില്ല എങ്കിൽ നാം ബദ്നാം കർ ദേഗ, ബാബയുടെ പേര് ചീത്തയാക്കും. കബി ക്രോധ നഹി കർനാ ചായി. ബാബണ് ഒരിക്കലും കോപിക്കരുത്. ദേഹാഭിമാൻ മേ ആനെ സേ പാപ് തോ ഹോത്താ ഹെ. ദേഹാഭിമാനത്തിൽ വരുമ്പോഴെന്താകും? പാപമുണ്ടാകും. ബാബാ കെ ബനെ ഹോ തോ കേത്തെ ഹോ ബാബാ യേ സബ് കുച്ച് ആപ്കാ ഹെ. ബാബയുടേതാകുമ്പോൾ ബാബയോട് പറയാറുണ്ട്, ബാബ എൻ്റേതെല്ലാം തന്നെ ബാബയുടേതാണ്. സച്ചി ദിൽ പർ സാഹിബ് റാസി ഹോഗ. ബാബയുടെ സത്യഹൃദയമുണ്ടെങ്കിൽ ഭഗവാൻ സന്തുഷ്ടനാകും. ദിൽ മേ കോയി കോട്ട് നഹി ഹോനാ ചായി. ബാബ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു തരത്തിലുള്ള കളങ്കം ഉണ്ടാകരുത്. അകത്തൊന്ന് പുറത്തൊന്ന് ബാബണ അത്തരത്തിലുണ്ടാകരുത്. നഹി തോ ഔർ ഹി ഗിർത്തെ രഹേങ്കെ. പുറമെ ഷോയ്ക്ക് മാത്രം ബാബ 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 ബാബയുടെ കാര്യമോ എന്നൊക്കെ പറയും. അയ്യോ ബാബ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല, ബാബയുടെ ഓർമ്മ എല്ലാം ഷോ ഓഫ് ചെയ്യും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ബാബന് ആ ഭാവന ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, ഹൃദയത്തിൽ അങ്ങനെ എന്തെങ്കിലും ബാബയെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ പറയാം എൻ്റെ മനസ്സിൽ വേറൊരാളെ കൊണ്ട് നടക്കും. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, എല്ലാ കാര്യത്തിലും ഏതെങ്കിലും തരത്തിൽ ബാബയെ വഞ്ചിക്കുന്നു എങ്കിൽ, മനസ്സിൽ കോട്ടം കൊണ്ട് നടക്കുന്നു എങ്കിൽ, കളങ്കമുണ്ടായി എങ്കിൽ ബാബ പറഞ്ഞു തരാണ് അവർക്ക് വീഴ്ച സംഭവിച്ചു കൊണ്ടേയിരിക്കും. തും ഹോ പൈഗംബർ കെ ബച്ചെ, തും സബ്കോ പൈഗാം ദേത്തി ഹോ. അപ്പോൾ ബാബ പറയണ നിങ്ങൾ സന്ദേശവാഹകൻ്റെ മക്കളാണ്.
നിങ്ങൾ സർവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. അതായത് ബാബ വന്നിരിക്കുകയാണ്, സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്ന ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം. നൈ ദുനിയ സ്ഥാപൻ ഹോ റഹി ഹേന, അതായത് പുതിയ ലോകമല്ലേ ഇപ്പോൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഉസ്കേലെ ജിൻകോ രാജ്യം സീക്കന ഹോ വോ ആക്കർ സീക്കെ. അപ്പോൾ ബാപ്പൺ ആർക്കെങ്കിലും രാജ്യോഗം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ വന്ന് പഠിക്കട്ടെ. പക്ഷെ ബാപ്പണ് നമ്മുടെ ഡ്യൂട്ടി എന്താ? എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാലല്ലേ അവർ വന്ന് പഠിക്കുകയുള്ളൂ. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ്. അപ്പോൾ ഇന്നത്തെ മുരളിയിൽ ബാബ 2 ധാരണ പോയിൻ്റ്. ഒന്ന്, अंदर में कोई खोट हो तो उसे निकाल देना, सच्ची दिल रखनी है. ബാബ പറയുന്നത് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ, കളങ്കമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം, കളയണം. ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ട് എങ്കിൽ അതിനെ കളയണം. തൻ്റെ ഹൃദയം സത്യത ഉള്ളതായിരിക്കണം. തൻ്റെ ഹൃദയം സത്യത ഉള്ളതായിരിക്കണം. देहाभिमान में आकर कभी क्रोध नहीं करना. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും കോപിക്കരുത്. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും കോപിക്കരുത്. 2, जब भी फुर्सत मिले तो याद की यात्रा में रह कमाई जमा करनी है. എപ്പോഴെല്ലാം സമയം ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം ഓർമ്മയുടെ യാത്രയിലിരുന്ന് സമ്പാദ്യം ഉണ്ടാക്കണം. അപ്പോഴെല്ലാം ബാബയുടെ ഓർമ്മയിലിരുന്ന് സമ്പാദ്യം ഉണ്ടാക്കണം. वरदान. संपूर्ण समर्पण की विधि द्वारा, संपूर्ण സമർപ്പണതയുടെ വിധിയിലൂടെ अपनापन का अधिकार समाप्त करने वाले, എൻ്റേത് എന്ന അധികാരത്തെ സമാപ്തം ചെയ്യുന്ന, എൻ്റേത് എന്ന അധികാരത്തെ സമാപ്തം ചെയ്യുന്ന സമാൻ സാത്തീഭം, സമാന പങ്കാളിയായി ഭവിക്കൂ. സമാന സാത്തി, സമാന പങ്കാളി ആയി ഭവിക്കൂ. വിശദീകരണം. जो वायदा है कि साथ रहेंगे, साथ चलेंगे और साथ में राज्य करेंगे. ബാബ പറയുന്നു, എന്താണോ നിങ്ങൾ പ്രതിജ്ഞ ചെയ്തത്, കൂടെ ഇരിക്കും, കൂടെ നടക്കും, കൂടെ രാജധാനിയിൽ വരും. കൂടെ ഇരിക്കും, കൂടെ നടക്കും, കൂടെ രാജധാനിയിൽ വരും, അഥവാ രാജ്യം ഭരിക്കും. ഈ വാഗ്ദാനത്തെ പരിപാലിക്കണമെങ്കിൽ, നിറവേറ്റണമെങ്കിൽ നിങ്ങൾ സാത്തിയായ ബാബയ്ക്ക് സമാനരാകണം. പങ്കാളിയായ, കൂട്ടുകാരനായ ബാബയ്ക്ക് സമാനരാകണം.
സമാനത ആയേഗി സമർപ്പണത സെ. സമർപ്പണതയിലൂടെയാണ് സമാനത വരിക. സമർപ്പണതയിലൂടെയാണ് സമാനത ഉണ്ടാവുക. जब सब कुछ समर्पण कर दिया तो अपना व अन्य का अधिकार समाप्त हो जाता. എപ്പോഴാണോ സർവസ്വവും അർപ്പണം ചെയ്യുന്നത്, സമർപ്പിക്കുന്നത്, അപ്പോൾ എൻ്റേതും മറ്റുള്ളവരുടെ അധികാരം സമാപ്തമാകും, ഇല്ലാതാകും. എൻ്റേതും മറ്റുള്ളവരുടെ അധികാരം എന്താകും? എനിക്ക് അവരോടുള്ള അധികാരം, അവർക്ക് എന്നോടുള്ള അധികാരം എല്ലാം എന്താകും? സമാപ്താകും. जब तक किसी का भी अधिकार है तो सर्व समर्पण में कमी है. എപ്പോഴാണോ ആരുടെയെങ്കിലും അധികാരം നമ്മളിൽ ഉണ്ടാകുന്നത്, അപ്പോൾ സർവസമർപ്പണത നടക്കുകയില്ല. എപ്പോഴാണോ ആരുടെയെങ്കിലും അധികാരം നമുക്ക് മേലുണ്ടാകുന്നത്, അപ്പോൾ സർവസമർപ്പണത്തിൽ കുറവുണ്ടാകും, അഥവാ സർവസമർപ്പണം ആവുകയില്ല. അതുകൊണ്ട് തന്നെ സമാനരാകാനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സമാനരാകാനും കഴിയുകയില്ല. तो साथ रहने साथ उड़ने के लिए जल्दी जल्द समान बनो. അതുകൊണ്ട് സാത്ത്, കൂടെ ഇരിക്കാനും കൂടെ പറക്കാനും എത്രയും വേഗത്തിൽ സമാനരാകൂ. കൂടെ കഴിയാനും കൂടെ പറക്കാനും എത്രയും വേഗത്തിൽ സമാനരാകൂ. അതാണ് ബ്രഹ്മബാബ ചെയ്തത് അല്ലേ? അച്ഛൻ, മക്കൾ, ഭാര്യ, ഭർത്താവ് എല്ലാ പ്രകാരത്തിലുള്ള അധികാരത്തെയും സമാപ്തം ചെയ്തു, സർവസമർപ്പണം ചെയ്തു ബാബയുടെ മുന്നിൽ. അതുപോലാണെങ്കിൽ ബാബയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുമോ? സമാന സ്ഥിതി ഉണ്ടാകണം. स्लोगन. अपने समय श्वास और संकल्प को सफल करना ही सफलता का आधार है. തൻ്റെ സമയം, ശ്വാസം, സങ്കല്പത്തെ സഫലമാക്കുന്നത് തന്നെയാണ് സഫലതയ്ക്കുള്ള ആധാരം. തൻ്റെ സമയം, ശ്വാസം, സങ്കല്പം ഇതിനെ സഫലമാക്കുന്നത് തന്നെയാണ് സഫലതയ്ക്കുള്ള ആധാരം. അച്ഛാ, ഓം ശാന്തി. അതുകൊണ്ട് ഇന്നത്തെ മഹാവാക്യത്തിൽ 21 ജന്മങ്ങളിലേക്കുള്ള പ്രാപ്തി ഉണ്ടാക്കാനുള്ള സഹജവിധി ബാബ പറഞ്ഞു തന്നത് എന്താണ്? സർവസമർപ്പണം. അതായത് തൻ്റേതെല്ലാം തന്നെ സഫലാക്കുക. ഇതുപോലെ ബ്രഹ്മബാബ ചെയ്തു, അതുപോലെ തന്നെ ബാബ മമ്മയെ നമ്മൾ ഫോളോ ചെയ്യും. 2 പ്രകാരവും നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ സമ്പത്തുണ്ടായി ബാബ എങ്ങനെ സമർപ്പണം ചെയ്തു എന്നും ബാബ പ്രാക്ടിക്കൽ കാണിച്ചു. അതുപോലെ തന്നെ ഒന്നുമില്ലാതെ വന്ന മമ്മ എങ്ങനെ തൻ്റെ ഓരോ സമയം, ശ്വാസം, സങ്കല്പം യജ്ഞത്തിൽ സഫലമാക്കിയെന്ന്, ഈശ്വരീയ കാര്യത്തിൽ സഫലമാക്കി. അപ്പം അതുപോലെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? സഫലാക്കണം. അല്ലെങ്കിൽ എന്താകും? ബാബ എന്താ പറഞ്ഞത് അല്ലേ? ബാബ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ബാബ മുൻകൂട്ടി പറഞ്ഞു തരുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ബാബ ഒന്നും കാണാതെ പറയില്ലല്ലോ. അവസാനം ബാബ പറഞ്ഞു തരാണ്, സർവീസും നമ്മൾ ചെയ്യണം, നമുക്കുള്ള സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കുകയും വേണം. ഒരാൾ പോലും അവസാനം പരാതി പറയാൻ ഇടവരരുത്. അതുപോലെ തന്നെ ബാബ പറഞ്ഞു തരുന്ന ശിക്ഷ അനുഭവിക്കാനും നമ്മളും അത്തരത്തിലുള്ള കാര്യം ചെയ്തു പോകരുത്. അവസാനം പശ്ചാത്തപിക്കാനുള്ള ഇടവരരുത്.
അതുകൊണ്ട് ബാബ പറയണ അവസാനം നമ്മളൊന്നും സഫലാക്കിയില്ല എങ്കിൽ സഫലമാക്കാത്തത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ടാകും. നമ്മുടെ കൺമുന്നിൽ തന്നെ എല്ലാം നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണേണ്ടതായി വരും, നോക്കി നിൽക്കേണ്ടതായി വരും അല്ലേ. പിന്നെ ബാബു മറ്റൊരു രഹസ്യം പറഞ്ഞു, പർവ്വതത്തിൻ്റെ മുകളിലെത്തും, അവിടെയാണ് നമ്മൾ അന്തിമ ദൃശ്യങ്ങളൊക്കെ കാണുക. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാക്ഷാത്കാരമുണ്ടാകുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര പുരുഷാർത്ഥം നമ്മൾ, എത്ര സർവീസ്, എത്ര സമർപ്പണത സംഗമയുഗത്തിൻ്റെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇന്നത്തെ ബാബയുടെ മഹാവാക്യത്തിൽ എല്ലാ കാര്യത്തിലും സേവനം, പുരുഷാർത്ഥം, ധാരണ, 3 കാര്യത്തിലും, അതുപോലെ തന്നെ ബാബയുടെ ഓർമ്മ, ഈ 4 കാര്യം ബാബ ഇന്നത്തെ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പുരുഷാർത്ഥത്തിൽ ശ്രദ്ധ കൊടുക്കുക. സമയം വളരെ കുറവാണെന്ന് ബാബ പറഞ്ഞു. ബാബ ഒന്നും അറിയാതെ പറയില്ലല്ലോ, ബാബ ജ്ഞാനസാഗരനാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞു, രചയിതാവായിരിക്കുന്ന ബാബയ്ക്ക് എല്ലാം അറിയാമെന്നുള്ളത്. അച്ഛാ, ഓം ശാന്തി. के दाता, सांसों के स्वामी, ये नैया की पतवार तुमको है अर्पण। जीवन के दाता, सांसों के स्वामी, ये नैया की पतवार तुमको है अर्पण। प्राणों के प्यारे बाबा, प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण। जीवन के दाता, सांसों के स्वामी, ये नैया की पतवार तुमको है अर्पण। प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण। जीवन के दाता, सांसों के स्वामी,